ഹായ് ഗൈസ്, ഇന്ന് ഞാനൊരു സാധനത്തിനെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഒരു ലേക്ക്. നമ്മൾ ജമ്മുവിൽ കറങ്ങാൻ പോയപ്പോൾ ഈ ലേക്കിലൊന്ന് കാണാൻ കൊണ്ട് നമ്മളിങ്ങ് വന്നതാണ്. ഇതാണ് മൻസാർ ലേക്ക്. നമ്മൾ ഈ ലേക്കിൽ വന്നപ്പോഴത്തേക്കും നമ്മളെ കാലുകളുടെ സൗണ്ട് കേട്ടും കൊണ്ട് ഇത്രയും മീനുകൾ കൂടി എന്ന് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നെന്നും പറഞ്ഞും കൊണ്ടാണ് ഇത്രയും മീനുകൾ കൂടിയത്. ഗൈസ്, നിങ്ങൾ ഇത്രയും മീനുകൾ ഒത്ത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ ഇത്രയും മീനുകൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണെങ്കിൽ ഇവിടെ വലിയ വലിയ മീനുകൾ ഇത്രയ്ക്ക് കൂടി നിൽക്കുന്നുണ്ട്. ഗായ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, എൻ്റെ മമ്മി എവിടെയാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ട് അപ്പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കാലിൻ്റെ സൗണ്ടുകൾ കേട്ടുകൊണ്ട് ഇഷ്ടം പോലെ മീനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ടോ ഗായ്സ്? കണ്ടോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോ. കണ്ടോ, ഉള്ള കറുപ്പും എല്ലാ മീനെല്ലാം പോകുന്നുണ്ട്. കണ്ടോ ഗൈസ്? എൻ്റെ കാലുകളുടെ സൗണ്ട് കേട്ടും കൊണ്ട് എല്ലാ മീനും അവിടെ പോയി കൂടി. ആശയും കാണാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നു. കണ്ടോ, എൻ്റെ സൗണ്ടുകൾ കേട്ടും കൊണ്ട്, എൻ്റെ കാലുകളുടെ സൗണ്ട് കേട്ടും കൊണ്ട് എല്ലാ മീനും മമ്മിയും പപ്പയുടെ അടുത്ത് നിന്ന് എൻ്റെ അടുത്ത് വന്നു. എല്ലാ മീനും വന്നു. കണ്ടോ ഗൈസ്? വലിയ വലിയ മീനുകളുണ്ട്. നമ്മളെ നാട്ടിൽ ചെറിയ ചെറിയ മീനുകളല്ലേ, ഇവിടെ 5-10 കിലോൻ്റെ മീനുകളുണ്ട്. കണ്ടോ ഗൈസ്? കണ്ടോ ഗൈസ്? ഇത്രയും വലിയ ആമ നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും വലിയ ആമ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത്രയും വലിയ ആമ ആദ്യമായിട്ടാണ് അടുത്തായിട്ട് കാണുന്നത്. ഞാൻ ഒരിക്കലും വെള്ളത്തിലുള്ള ആമ ഒരിക്കലും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെന്തോ കഴിക്കാൻ തരുന്നെന്നും പറഞ്ഞും കൊണ്ട് എല്ലാ മീനും വരുന്നത്. ഈ ആമ എനിക്ക് തോന്നുന്നു, എനിക്കാദ്യം എന്താ തോന്നിയത്, ഈ ആമ മീനുകളാണ് കഴിക്കുന്നത്. മീനുകളും കഴിക്കും, മാവിനെയും കഴിക്കും. ഇവർക്കൊക്കെ മാവാണ് കൊടുക്കുന്നത്. ഈ മീനിനെയും പിന്നെ ആമേനെയൊക്കെ ഇതാണ് കൊടുക്കുന്നത്. കണ്ടോ ഗൈസ്? അവിടെ കൂടെ ഒരു വെള്ള മീൻ പോകുന്നുണ്ട്. കണ്ടോ ഗൈസ്? ഇത് ഞാനാണ് കണ്ടുപിടിച്ചത്. മമ്മിക്കും പപ്പയ്ക്കും ഒന്നും പിടികിട്ടിയില്ല ഗൈസ്. ഇതിവിടെ കഴിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത്രയും മീനുകൾ ഇവിടെ കൂടിയത്. നമ്മൾ വേറെ സൈഡിലോട്ട് പോയപ്പോൾ നമ്മൾ കഴിക്കാൻ കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ അവിടെ മീനുകൾ വന്നു. കണ്ടോ ഗൈസ്? പപ്പ കഴിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പ ആശിൻ്റെ കയ്യിൽ കൊടുക്കുന്നു, ആശി പപ്പൻ്റെ കയ്യിൽ കൊടുക്കുന്നു. നമ്മളവിടെ നിന്നപ്പോൾ ചേട്ടൻ കൊണ്ടുവന്ന മാവ് 20 രൂപയ്ക്ക് 3 എണ്ണം കിട്ടി. അങ്ങനെ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. കണ്ടോ ഗൈസ്? എന്ത് മാത്രം കൂടി ഞാൻ വെള്ള മീനിന് ഇട്ട് കൊടുത്തോണ്ടിരുന്നപ്പോൾ വെള്ള മീനിന് വേണ്ട വെള്ള മീൻ ഓടിപ്പോയി. എല്ലാ മീനും കൂടെ എന്നെ ഓട്ടിക്കണ്. കണ്ടോ ഗൈസ്? നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നു. അവിടെ എല്ലാ മീനും അതിൻ്റെ പുറകെ കൂടെയാണ് പോകുന്നത്. കണ്ടോ ഗായ്സ്? ഇത്രയും മീനുകൾ അടികൂടിയാണ് കഴിക്കുന്നത്. ഞാൻ മാവിട്ട് കൊടുക്കുമ്പോൾ മാവിടുന്ന് താഴെ വരെ വീഴാൻ സമ്മതിക്കാതിരിക്കുകയാണ് ഇവർ. എല്ലാവരും പരസ്പരം കൂടി ഇത്രയും കൂടിയിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വാ തുറന്നും വെച്ച് വരുന്നുണ്ട് ഗായ്സ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളെപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വാ തുറന്ന് വെച്ച് വരുന്നത്, നിങ്ങളെ സൗണ്ട് കേട്ട് നിങ്ങളെ അടുത്ത് വരുന്നത്? അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ലേക്കിലാണ് നമ്മൾ പോയത്. ഈ ലേക്കിൻ്റെ പേരാണ് മൻസാർ ലേക്ക്. കണ്ടോ ഗൈസ്? കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇതിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. ഇതിനകത്ത് ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു ആമയെ കാണിച്ചു തരാം. ഇവിടെ ഒരു ആമയൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടോ ഗൈസ്? ഇതോ ആമ മീനിനെ പിടിച്ച് കഴിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടോ ഗൈസ്? ആമ അവിടെ നിന്ന് മീനിനെയും കൂടെ അടികൂടുന്നുണ്ട്. ആമയും മീനും. അപ്പോൾ ആമയും മുയലിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. ഇത് മീനായിപ്പോയി മുയലിൻ്റെ സ്ഥലത്ത്. ആശി എന്തൊക്കെയോ കൊടുക്കുന്ന ആക്ഷൻ കാണിക്കുന്നുണ്ട്. മീനുകൾ അവൻ്റെ ഗൈസ്. ഇപ്പോൾ നമ്മൾ ലേക്കിൻ്റെ വേറെ സൈഡിലാണ് വന്നിട്ടുള്ളത്. അവിടെ 2 അമ്മമാർ ഇത്രയും മീനുകൾക്ക്
വലിയ വലിയ ഉണ്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഗായ്സ്. ഞാൻ വേറെ ആക്ഷനാണ് കാണിക്കുന്നത് ഗായ്സ്. എല്ലാ മീനുകളും വാ തുറന്ന് വരുന്നുണ്ട് ഗായ്സ്. എനിക്ക് ഒരുമാതിരി തോന്നുന്നു ഗായ്സ്, അത്രയും മീനുകൾ ഒരു സ്ഥലത്ത് കൂടി അങ്ങ് നിൽക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു ഗായ്സ്. ഒരുമാതിരി തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് കൈ ഇങ്ങോട്ട് താഴോട്ട് നേരത്തെ കാണിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൈ കിടിക്കാൻ പോയായിരുന്നു. പപ്പ പറയുന്നുണ്ടായിരുന്നു ഇപ്പം കടിച്ചെടുക്കുന്നു ഗായ്സ്. കണ്ടു ഗായ്സ്, ഇവിടെ വലിയ വലിയ ഉരുളൊക്കെയാണ് ആ അമ്മമാർ ഇട്ട് കൊടുക്കുന്നത് ഗായ്സ്. അതുകൊണ്ടാണ് ഇത്രയും തടി വെച്ചിരിക്കുന്നത്. 5-10 കിലോൻ്റെ ആണ് ഗായ്സ്. കണ്ടു ഗായ്സ്, ഇവർ കരയിലൊക്കെ വെച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഈ അമ്മമാരാണ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ടോ ഗായ്സ്, വലിയ വലിയ ഉണ്ടകളാണ് ഇട്ട് കൊടുക്കുന്നത് ഗായ്സ്. കണ്ടോ ഗായ്സ്, ഇത്രയും വലിയ വലിയ മീനുകളാണ് അടി കൂടാൻ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 10 കിലോൻ്റെ മീനുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഗായ്സ്. കണ്ടോ ഗായ്സ്, ഈ അമ്മമാർ ഇത്രയും മീനുകൾക്ക് ഓരോരോ വലിയ വലിയ ഒരു ചപ്പാത്തിക്കുള്ള ഉണ്ടകളാണ് ഇവർ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഇത്രയും മീനുകൾ ഒരു സ്ഥലത്ത് വലിയ വലിയ മീനുകൾ അടി കൂടാ ഇത്രയും മീനുകൾ. കണ്ടോ ഗായ്സ്, ഇവിടെ ഇത് പാമ്പ് പോലത്തെ ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. ഇവർ കരയിലൊക്കെ ഇത് കണ്ടു ഗൈസ്. കണ്ടു ഞാൻ കണ്ടപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ വളരെ പേടിച്ചു പോയി. പിന്നീട് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആമയാണെന്ന്. കണ്ടു ഗൈസ്, അവിടെ തറയിൽ വെച്ചിരിക്കുന്നത് വന്നെടുക്കുന്നത് കണ്ടു ഗൈസ്. എനിക്ക് തന്നെ ഒരുമാതിരി തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചത് പാമ്പെന്നാണ്, പക്ഷേ ഞാൻ പേടിച്ചു പോയായിരുന്നു. നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ? നമ്മളെ നാട്ടിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ ഗായ്സ്, ഇങ്ങനെ എത്തി ഒന്ന് എടുക്കുന്നതാണ്. കണ്ടോ? അപ്പോൾ ഗായ്സ്, ഇത്രയേ ഉള്ളൂ നമ്മളെ ലേക്ക് യാത്ര. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പ്ലീസ്.